നമ്മുടെ ഈ പുതിയ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളുടെ മുന്നിലുള്ള സ്ലൈഡിലെ വിവരങ്ങളാണ് നമ്മളിവിടെ വിശദമായി പരിശോധിക്കുന്നത്. തീർച്ചയായും. അതായത്, തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പുകൾ ഏതൊക്കെ രേഖകളിൽ വേണം, അതുപോലെ പ്രിസൈഡിംഗ് ഓഫീസറുടെ റബ്ബർ സ്റ്റാമ്പ് എവിടെയെല്ലാം പതിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നൽകുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫോമുകളിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? പോളിംഗ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട രേഖകൾ. ഫോം 10, അതായത് പോളിംഗ് ഏജന്റിന്റെ നിയമനം. പിന്നെ പ്രിസൈഡിംഗ് ഓഫീസറുടെ റിപ്പോർട്ട്. ശരിയാണ്. ആ റിപ്പോർട്ടിന്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ, അതുപോലെ ഡിക്ലറേഷന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ, ഇതിലെല്ലാം പോളിംഗ് ഏജന്റിന്റെ ഒപ്പ് നിർബന്ധമാണ്. ഇവിടെ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഈ പ്രിസൈഡിംഗ് ഓഫീസറുടെ റിപ്പോർട്ടിൽ ഒരു ഭാഗത്ത് മാത്രം ഒപ്പിട്ടാൽ പോരെ? എന്തിനാണ് അതിന്റെ എല്ലാ ഭാഗങ്ങളിലും ഏജന്റുമാരുടെ ഒപ്പുവാങ്ങുന്നത്? എന്താ പറയാ, അതൊരു നല്ല ചോദ്യമാണ്. റിപ്പോർട്ടിന്റെ ഓരോ ഭാഗവും വോട്ടെടുപ്പ് പ്രക്രിയയുടെ ഓരോ നിർണായക ഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഓ, അപ്പോൾ ഓരോ ഘട്ടവും വളരെ പ്രധാനമാണ്. അതെ, പ്രക്രിയയുടെ തുടക്കം മുതൽ ഒടുവിൽ വരെ ഓരോ ഘട്ടത്തിലും സുതാര്യത ഉറപ്പാക്കാനാണ് ഇത് നിർബന്ധമാക്കിയിരിക്കുന്നത്. അവർ ഓരോ ഘട്ടത്തിലും ഒപ്പിടുമ്പോൾ അത് പൂർണ്ണമായും സുതാര്യമാകുന്നു. മനസ്സിലായി. ഇനി ഫോമുകൾ കഴിഞ്ഞാൽ പിന്നെ മെഷീനുകളുടെ ഭൗതിക സുരക്ഷ ഉറപ്പാക്കുന്ന രേഖകളിലേക്ക് വരാം. സ്പെഷ്യൽ ടാഗുകൾ, പേപ്പർ സീലുകൾ, മോക്ക് പോൾ സ്ലിപ്പുകളിടുന്ന ബ്ലാക്ക് എൻവലപ്പ്. തീർച്ചയായും. പിന്നെ പിങ്ക് പേപ്പർ സീല്, വിവിപാറ്റ് ഡ്രോപ്പ് ബോക്സിന്റെ അഡ്രസ് ടാഗുകൾ എന്നിവയിലും പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പുവേണം. ഇതുകൂടാതെ ഈ CU അഥവാ കൺട്രോൾ യൂണിറ്റിലെ ബാറ്ററി മാറ്റേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന അഡ്രസ് ടാഗ്, പിന്നെ വോട്ടെടുപ്പിന് ശേഷം തിരികെ വയ്ക്കുന്ന ക്യാരി കേസുകളിലെ ടാഗുകൾ, ഇവയിലും ഒപ്പുവേണമല്ലോ. അതെ, അതും വളരെ നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷെ അവിടെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടില്ലേ? തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിൽ ഈ ബാറ്ററി മാറ്റുന്നത് പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഈ ചെറിയ അഡ്രസ് ടാഗുകൾ ഒപ്പുവാങ്ങാൻ ഉദ്യോഗസ്ഥർ മറന്നുപോകാൻ സാധ്യതയില്ലേ? സാധ്യതയുണ്ട്, പക്ഷെ അതൊരിക്കലും പാടില്ല. മെഷീനുകളിൽ യാതൊരുവിധ തിരിമറികളും നടന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന പ്രധാന രേഖകളാണ് ഈ ടാഗുകൾ. ആഹാ, അപ്പോ അത് കർശനമായും വാങ്ങണം. അതെ. അതുകൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും ഏത് അടിയന്തര സാഹചര്യത്തിലും ഏജന്റിന്റെ ഒപ്പ് ഒഴിവാക്കാനാകില്ല. അത് വാങ്ങിയേ തീരൂ. ശരി, ഇനി അവസാനമായി രജിസ്റ്ററുകളുടെ കാര്യം നോക്കാം. 17A രജിസ്റ്റർ ക്ലോസ് ചെയ്യുമ്പോഴും ഔദ്യോഗിക കണക്ക് കാണിക്കുന്ന 17C ഫോമിലും ഒപ്പുവേണം. അതെ, ഒപ്പം ചാലഞ്ച് ഫീസിന്റെ റിസീഡിലും ഏജന്റുമാർ ഒപ്പിടണം. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു നിർദ്ദേശം കൂടിയുണ്ടിതില്. അതെന്താണ്? ആ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസറുടെ പ്രത്യേക റബ്ബർ സ്റ്റാമ്പ് ഉണ്ടല്ലോ. ഉദാഹരണത്തിന് 20/137/12 എന്ന് രേഖപ്പെടുത്തിയത്. അത് എല്ലാ ഫോമുകളിലും അഡ്രസ് ടാഗുകളിലും നിർബന്ധമായും പതിപ്പിച്ചിരിക്കണം. അപ്പോ ഏജന്റുമാർ ഒപ്പിട്ട എല്ലാ രേഖകൾക്കും പൂർണ്ണത നൽകുന്നത് ഈ PO സ്റ്റാമ്പാണോ? തീർച്ചയായും. പോളിംഗ് ഏജന്റ് ഒപ്പിട്ടാലും ഈ ഫോമുകളിലും ടാഗുകളിലും ആ PO സ്റ്റാമ്പ് പതിപ്പിച്ചില്ലെങ്കിൽ ആ രേഖകൾ അപൂർണമായി കണക്കാക്കപ്പെടും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അപ്പോൾ ചുരുക്കത്തിൽ സുതാര്യവും കുറ്റമറ്റതുമായൊരു തെരഞ്ഞെടുപ്പിന് പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പും പ്രിസൈഡിംഗ് ഓഫീസറുടെ സീലും അത്യന്താപേക്ഷിതമാണ്. യാതൊരു സംശയവുമില്ല. ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിങ്ങളുടെ സുരക്ഷയ്ക്കും ഇത് തന്നെയാണ് പ്രധാനം. അതെ. അപ്പോൾ ഇനി കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചോദ്യം. പോളിംഗ് ബൂത്തിലെ വലിയ തിരക്കുകൾക്കിടയിൽ ഈ ഫോമുകളിലെയും ടാഗുകളിലെയും ഒരു ഒപ്പോ സീലോ പോലും വിട്ടുപോകാതിരിക്കാൻ നിങ്ങൾ എങ്ങനെയാണ് ഈ രേഖകൾ മുൻകൂട്ടി ചിട്ടപ്പെടുത്തി വയ്ക്കാൻ പോകുന്നത്? അതൊരു നല്ല ചിന്തയാണ്. ആസൂത്രണം ഇപ്പോഴേ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. തീർച്ചയായും. ഈ വിശകലനം ശ്രദ്ധിച്ചതിന് നന്ദി. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി മികച്ചതാകട്ടെ.